രോഹിത് പവാർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ അദ്ദേഹം അക്കമിട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനൊന്നും തന്നെ കൃത്യമായ ഉത്തരം ഇതുവരെ എവിടെയും നിന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അവസാന മിനിറ്റുകളിൽ വിമാനത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്നറിയേണ്ടത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് തന്നെയാണ്. അതിൽ ബ്ലാക്ക് ബോക്സിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ്, ഒന്ന് വോയിസ് റെക്കോർഡറാണ്. ഈ കോക്പിറ്റിനകത്ത് നിന്ന സംസാരം എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് അറിയേണ്ടത്. അന്നൊരു തീഗോളം കണക്കെ വിമാനം പൊട്ടിത്തകർന്ന് നമ്മൾ കണ്ടതാണ്, സ്ഫോടനം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. ആ തീപിടുത്തത്തിലാണ് ബ്ലാക്ക് ബോക്സിന് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അത് വിദേശത്ത് നൽകി വിദേശത്തെ ഏതെങ്കിലും ലാബിൽ അത് പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ അത് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോക്പിറ്റിൽ സംഭവിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡർ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചെന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ കഴിയാത്തത്, ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടാത്തത് എന്നതാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ആ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ലാബിലല്ല, അത് വിദേശത്ത് ഒരുപക്ഷെ അയക്കേണ്ടി വന്നേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ആ ഒരു വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നാളെ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി രോഹിത് പവാർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. രാവിലെ 10:30 വീണ്ടും രോഹിത് പവാറിന്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. പ്രജിൻ.